ഇങ്ങോട്ട് വാ. അപ്പൊ നീ തസ്നി പോയില്ലേ? എടാ അതിങ്ങനെ ഗവൺമെന്റ് ചെയ്യാനല്ല ക്ലാപ്പ് ചെയ്ത് കൊടുക്കല്ലേ നല്ല ഒരാള് മാത്രം വെച്ചു കൊടുത്താ അബ്ദുള്ള അടിക്കണേ. അബ്ദുൾ അടിക്കാൻ പോണ കേട്ടോ. ആ 95 കിലോ. ആ 95 കിലോ. ആ പ്രൈസ് മുമ്പ് കൊടുക്കാൻ. ഇന്ന് നമ്മളെ ഗെയിമിംഗ് ചലഞ്ച് മത്സരത്തില് ഞാൻ സാധാരണ നമ്മളെ ലൊക്കേഷനിലാണ് നമ്മളെ നാട്ടിൽ നിന്നല്ല കളിക്കല്. പക്ഷെ ഇന്ന് ഞാനൊരു 10-20 കിലോമീറ്റർ ദൂരത്തു നിന്നാണ് സ്റ്റൈലോ ഇന്റർനാഷണൽ ജിം എന്നാണ് ഇന്നത്തെ പരിപാടി. സ്ഥലം കറക്റ്റ് ഇവിടെ വരുന്നത് വെച്ചിട്ടാണെങ്കിൽ തലപ്പാറ എന്ന സ്ഥലത്താണ് ഇവര് സ്ഥാപനം ഉള്ളത്. കണ്ടമാനായിട്ട് ഉള്ളിൽ കണ്ടമാനം ആളാട്ടോ. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു അവസരം വലിയ വിളിച്ചാണ്. അപ്പൊ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ നമുക്ക് വീണ്ടും വരാൻ ഭയങ്കര ആവേശമായി പോയി. സാധാരണ നമ്മളെ നാട്ടിൽ നിന്ന് നടത്തുന്ന ചലഞ്ച് ഇന്നിവിടെ ഒരു വെറൈറ്റി രീതിയിൽ ഇവിടുത്തെ നല്ല മസിൽ പവറുള്ള ആളുകൾ വെച്ചിട്ട് ചലഞ്ച് നടത്താൻ പോവാ. ഇതിന്റെ ഉള്ളിൽ കണ്ടില്ല ഞങ്ങള് ഭയങ്കര സെറ്റപ്പാണ്. അതായത് കളിക്കാൻ പങ്കെടുക്കുന്ന ആളുകളെ ഇതിനെ തിരക്കില്ല. ഇന്നത്തെ കളി ഏതാ വാ ജസ്റ്റ്. ഞാൻ ജിമ്മിൽ ആദ്യമായിട്ടാട്ടോ. നമ്മളൊരു 20 വെയിറ്റ് ഇട്ട് 15 ആളെടുക്കും. അതിന് ശരിക്കും എന്താ ചെയ്തു, ഒരാള് ചിലപ്പോ 2-3 അടിക്കൂല, ചിലപ്പോ 5 ആളിട്ട് അടിക്കൂല. പിന്നെ അടുത്ത ആൾക്ക് 5 ആളും പിന്നെ മാറ്റി എന്നിട്ട് അതിൽ അതായത് ഫെയിൽ ആവുന്ന ആളുകളെ മാറ്റി ഒരാൾ അത്രേ ഉള്ളൂ അല്ലേ? വീഡിയോയിൽ അങ്ങനെ ഫസ്റ്റിൽ ഉദ്ഘാടനം ഞാനാട്ടോ. ഒന്നടി സ്റ്റാർട്ട്. ഗുഡ് ഒന്നിടാ. ഗുഡ് മതി. ഒറ്റ ഇനി വെച്ചോ. ഇഞ്ഞടിച്ചോ? ഇതാണല്ലോ ഗെയിം. നിങ്ങളെ പേരെന്തേലും? ജാബിർ. നിങ്ങളെ പേരെന്തേലും? ഫുവാദ്. ഓക്കെ ഓക്കെ. ആയി വരുന്നുള്ളൂ അല്ല ഉണ്ട്. സാദിഖോ? സാദിഖ്. നിങ്ങളെ പേരെന്തേലും? ഐനാസ്. നിങ്ങളെ പേരെന്തേലും? ഫഹദ്. ഓക്കെ. നിങ്ങളെ പേരെന്തേലും? ഇഷാം. ഓക്കെ ഓക്കെ. ശ്രീരാം. ഓക്കെ. ശ്രീശാന്ത്. ഓക്കെ ഓക്കെ. ദിലീപ്. ഓക്കെ. നിങ്ങളെ പേരോ? അബ്ദുള്ള. ഓക്കെ. ഇതിന്റെ ഓണറാട്ടത് ഷിയാബ്. അപ്പൊ ഷിയാബൊക്കെ ഇവിടുത്തെ ഏറ്റവും വലിയ വെയിറ്റ് ഇട്ട് അടിക്കുന്ന പറഞ്ഞത്. ബെഞ്ച് പ്രസ് എങ്ങനെ അടിക്കും? ഡൗൺ ചെയ്യുമ്പോൾ നേരെ ചെസ്റ്റിൽ ടച്ച് ചെയ്യണം. അതേപോലെ ലിഫ്റ്റ് ചെയ്യുക. ഓക്കെ. ബ്രീത്ത് നോക്കണം. താഴേക്ക് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യണം. മൂക്കിൽ നന്നായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, മുകളിലോട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യട്ടാ. ഓക്കെ, ഇത്ര തന്നെ ഉള്ളൂ. മൈക്ക് മൂപ്പരെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെച്ചാൽ കൊള്ളാം. അടി ഓക്കെ. അപ്പൊ ഫസ്റ്റത്തെ പേര് ആരാ? ഫസ്റ്റ് ആരാ അടിക്കുക? പേരെന്ത്? നമ്മളെ ഷിയാബ് ഖാന്റെ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് വെയിറ്റ് വെച്ചിട്ട് ഒരു മത്സരം ഉണ്ട്. അത് ലാസ്റ്റ് കേട്ടോ. ഓക്കെ ശരി. ഫസ്റ്റ് നമ്മളെ ബെഞ്ച് പ്രസ് അടിക്കുന്നത് ഇഷാമാണ് അവിടെ ഫസ്റ്റ് അടിക്കുന്നത്. നിങ്ങൾ കിട്ടുന്നോളി. അല്ല എനിക്ക് കഴിയില്ല, ഞാൻ കഴിയില്ല. അല്ലല്ല അടുത്ത ആളാരാ? ഷാദുൽ എന്ന് പറഞ്ഞ അടുത്ത ആളുണ്ടോ? ഓക്കെ. നിങ്ങൾ പറഞ്ഞല്ലേ ആദ്യം പറഞ്ഞു. ഓക്കെ ശരി. ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ടച്ച് ചെയ്താൽ മാത്രമേ ചെയ്യുള്ളൂ. ഈ ലാസ്റ്റുകൾ ഏറ്റവും ഹെവി വെയിറ്റിലെത്തുമ്പോൾ ടച്ച് ചെയ്തില്ലെങ്കിൽ അത് കൂട്ടൂല. അപ്പൊ പിന്നെ ഞങ്ങൾ ലിഫ്റ്റ് ചെയ്തീന്ന് പറഞ്ഞാണ്ട് വെറുതെ അതിനൊരു പ്രശ്നം ഉണ്ടാവരുത്. ടച്ച് ആവണം കേട്ടോ, ശരിക്കും ടച്ച് ആവണം. ഈ ഫഹദാണ് അടുത്ത് മത്സരിക്കാൻ പോണേ.
ഒരു സെക്കൻഡേ അങ്ങനെ മതി ഇവിടെ മതിട്ടോ. ഓക്കെ വിട്ടു വരുന്നിട്ടോ ആണ് പോരുന്നിട്ടോ. മത്സരം ഇവിടെ കഴിഞ്ഞ് ഞാൻ കുറച്ചാണ് പോയി, കുഴപ്പമില്ല. പ്രശ്നമില്ല. ഓക്കെ ഓക്കെ. ഈ മത്സരിക്കുന്ന പേരെന്താ? ജാബിർ. ജാബിർ ഓക്കെ. അടുത്താള് ദിലീപ് ആട്ടെ അടുത്താള് വരുന്നേ. ഇത് അടുത്ത ജിമ്മിൽ ഞാൻ നിയന്ത്രിക്കും ഫുള്ളായിട്ട്, അപ്പോൾ ഞാൻ അത് പഠിക്കും. അടുത്താള് അഭിനവ്. ഫുള്ള് ലിഫ്റ്റ് ചെയ്തിട്ട് വേണ്ട, താഴാലും മുകളിലാണ് വെക്കണമെങ്കിൽ ഫുള്ള് ലിഫ്റ്റ് ചെയ്തിട്ട് വേണം താഴാലും മുകളിലാണ് വെക്കലിട്ടാ. ഫുള്ള് ലിഫ്റ്റ് ചെയ്യണം, അടിയിൽ വെക്കണം. ഓക്കെ ഓക്കെ. അടുത്താള് ഇസ്മായിൽ. ഇസ്മായിൽ ഓക്കെ. ആ ഓക്കെ. ഇനി അടുത്താള് ഓക്കെ. അടുത്ത എന്നിട്ട് വാ ഇജ്ജ് വാ അടിച്ചൂട് വാ. അടിച്ചോ. ആ റെഡി. ഓക്കെ. ആ ഓക്കെ. അത്ര മോൾക്ക് പോണോ? ആ ഓക്കെ. എല്ലാവരും കഴിച്ചു. ഓക്കെ സോറി. അബ്ദുള്ള അടുത്താള്. ഓക്കെ. ഓക്കെ. ഇനി അടുത്താള്. ഓക്കെ. ആ കിട്ടി. അടുത്താളാ നേരത്താ. ശ്രീരാം. ഓക്കെ. എല്ലാവരും ക്ലാപ്പ് ചെയ്ത് കൊടുത്ത്. വാ വാ. അടുത്താള് ശ്രീശാന്ത്. ഇനി മുന്നിക്ക് ബാക്ക് പോകണ്ടല്ലോ, കറക്റ്റ് അല്ലേ? ശ്രീശാന്ത് കേട്ടോ. എടുത്ത് പൊന്തിക്കൽ കഴിഞ്ഞു. ഓക്കെ. ആ ഓ ആ മത്സു. ഓക്കെ. ഓക്കെ. ടച്ച് ചെയ്യണം കേട്ടോ. യെസ് ഓക്കെ ഗുഡ്. അടുത്ത അസ്ലം. അസ്ലം. അസ്ലം കൂടെ ഷാർട്ട് അയച്ചാല് ഫുള്ള് കട്ടയാണ്. ആ ഓ ഗുഡ് ഗുഡ്. ഫസ്റ്റ് റൗണ്ടില് എല്ലാവരും എല്ലാവരും പിന്നെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ടിൽ കുറച്ച് വെയിറ്റ് കൂട്ടല്ലേ ചെയ്യാം. അപ്പൊ 20 40 അഞ്ച് വെയിറ്റ്. ഇപ്പൊ 10, 10, 20, 40 കിലോനായിട്ട് വെയിറ്റ്. ഞാൻ പിടിച്ചോട്ടെ. അപ്പൊ അത് ഞാൻ അടുത്ത ചെയ്യണ്ടോ? രണ്ടാമത്തെ റൗണ്ടാണ് വരുന്നത്. ഇഷാമാണ് ചെയ്യുന്നത്. കൈയൊക്കെ എടുത്തിട്ടാ ഓന് കറക്റ്റ്. എല്ലാവരും ക്ലാപ്പ് ചെയ്യണമെന്ന്. 40 കിലോ ഉണ്ടോ? അങ്ങനെ വെച്ചു കൊടുക്കാം. ഓക്കെ. ഈ കളിയിൽ നമ്മൾ വെയിറ്റ് കൂട്ടിയിട്ട് ഇനി ഇതിലാരാ പരാജയപ്പെടണം നോക്കുക. ഓക്കെ.
യെസ് ഷാദിനൊക്കെ എല്ലാരും Okay, ക്ലാപ്പ് okay. ചെയ്യടാ. റിനാഷ് ഷർട്ട് അടിക്കാൻ പോകുന്നേ ക്ലാപ്പ് ചെയ്ത എല്ലാരും. യെസ് വാ അടുത്ത ആള് വരട്ടെ. അടുത്ത ഫഹദ് ഇട്ടാ. ഓക്കെ ഫഹദാണ് അടിക്കാൻ തുടങ്ങിക്കോട്ടോ. ഫഹദ് ഇതില് കഴിഞ്ഞ കളിയിൽ മത്സരിച്ച ആളാട്ടോ എല്ലാരും. ഓക്കെ അടുത്ത ജാബിർ. ഓക്കെ ഓക്കെ ദിലീപ്. നമുക്ക് ഇതിന്ന് ആളുകൾ ഔട്ടായി പോണോ? അതിന് വെയിറ്റ് കൂടുമ്പോ എന്തായാലും ഔട്ടായി പോകും. ഇപ്പൊ ദിലീപ് ആ ഗുഡ് വാ അതാ ക്ലാപ്പ് ചെയ്യണം എല്ലാരും. അടുത്ത ആള്. ഓക്കെ യെസ് ഗുഡ്. ഓക്കെ ഇസ്മായിൽ അടുത്ത്. ഇൻട്രോഡക്ഷൻ അവിടെ ഇരുന്നോ കണ്ടോട്ടെ. ആ ഓട്ടെ അടുത്ത ആള് ആദി. ആ ഓക്കെ ഇതാ അടിക്കാൻ വന്ന ആദി. അവിടെ ക്ലാപ്പ് ചെയ്യടാ. ഓക്കെ ഓക്കെ തസ്നീം വാ എന്നിട്ട് വാ. come on Tazmin, come on. അപ്പൊ നീ തസ്നി പോയില്ലേ? ഓ ഔട്ടായിട്ടാ ചെയ്യുന്നത്. ക്ലാപ്പ് ചെയ്ത് കൊടുക്കല്ലേ. പിന്നെ ഓൻ വെക്കുമ്പോ ഒന്നുകൂടി കിട്ടും. അടിക്കാൻ കഴിയൂലെന്നുള്ളത് നല്ല ഒരാൾ മാത്രം വെച്ചു കൊടുത്താൽ ആ ഓക്കെ ശരി. ആ അബ്ദുള്ള അടിക്കണേ. അബ്ദുൾ അടിക്കാൻ പോണ കേട്ടോ. ഓക്കെ അടുത്ത്. ആളുകൾ എന്താവും ഓക്കെ ഓക്കെ ശ്രീരാം. അടുത്ത ആള്. ഇത് ബേജാറാണ് ഞങ്ങൾ പറഞ്ഞിട്ട്. അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ ഓ കയ്യൂലെന്ന് പറഞ്ഞിട്ടാ വെച്ചിട്ടോ. ഓക്കെ നമ്മള് ഒന്ന് കൊടുക്കിട്ടോ അടിച്ചു കൊടുക്കിട്ടോ. അടിച്ചു കൊടുക്ക. ഓക്കെ ചെലപ്പോ കിട്ടിയാലോ അല്ലേ? ഓക്കെ ഓക്കെ മേലെ തന്നെ വെച്ചിരുന്നു. ഓക്കെ ഇനി അസ്ലം കഴിഞ്ഞിട്ട് വരാം. കഴിഞ്ഞില്ലേ? ഓക്കെ ഇത് ലാസ്റ്റ് ആട്ടോ. ഓക്കെ അസ്ലം അടിക്കണം. എല്ലാവരും ക്ലാപ്പ് ചെയ്യടാ. എന്താണ് ഒരു വാ എനർജി കാണിച്ചു കൊടുക്കുക. മനസ്സിലല്ലേ? ഓക്കെ ഗുഡ്. ഓക്കെ ഇനി 10 ആയിട്ടുള്ളൂ. അടുത്ത നമ്മള് 10 ഇൻട്രസ്റ്റ്. ഇപ്പൊ ഒന്നും അടിക്കാനില്ല. 30 കിലോ 30 60 കിലോ ഉണ്ടോ? പിടിക്കണ്ട പിടിച്ചോ. അപ്പൊ ഇതിന്ന് കുറെ ആള് പുറത്തു പോകും. ഓക്കെ ഇനി പവർ കാണട്ടോ. ആ ഓക്കെ 75 ടോട്ടല്. 15 റാഡ് 75 കിലോ വെയിറ്റ് ആയിട്ടോ. ഓക്കെ നമ്മള് നോക്കാം മൂന്നാമത്തെ റൗണ്ട് ആയിട്ടത്. ഇനി അടിച്ചോളിട്ടോ. ഈ കളി കാര്യമുള്ള കളിയാണ്. പിടിച്ചോ. ഓക്കെ അപ്പൊ ഞാനും ഇഷാമും പുറത്തു പോയിട്ടോ. അടുത്ത ആള്. ഓക്കെ ഷാദിൻ കമോൺ ഷാദിൻ എല്ലാരും ക്ലാപ്പ് ചെയ്യടാ. ഓക്കെ ഓക്കെ നോക്കിട്ട് അടിച്ചു.
അപ്പൊ മൂന്നാമത്തെ റൗണ്ടിൽ ഫസ്റ്റില് വിജയാട്ടോ. വരി വരി. വിനാശ് മൂന്നാമത്തെ റൗണ്ടില് നാലാമത്തെ ഇസ്മായിൽ വയ്യാസിയായിട്ട് നോക്കണം. അടുത്ത ആള് ഇപ്പൊ എത്ര ആള് പുറത്തുപോയി ടിക്കറ്റ് ഇട്ടോ. ഓക്കെ ഓക്കെ വാ. ഓ ഏറ്റവും മുകളിൽ തന്നെ വെച്ചു. ഓക്കെ അടുത്ത ആള് ജാബിർ ആട്ടോ അടുത്ത്. ഓക്കെ ഇതിൽ വിജയിച്ച് പാരക്കണേ. ഓക്കെ ദിലീപ് ആട്ടോ. ഓക്കെ ഒന്ന് കൈയടിച്ചെടുക്കിട്ടോ. കിട്ടി ഇത് കിട്ടൂല. ഇത് പാസ്സായിന്. ആ ഓക്കെ പാസ്സായിന്. ഇസ്മായിൽ ഓക്കെ ആ 75 കിലോണ് കൈയടിച്ചു കൊടുക്കും. 75 കിലോ. ആ എന്ത് പറ്റി നിങ്ങൾക്ക്? അതെന്ത് പരാജയപ്പെട്ട് ഫുള്ള് കളിയിട്ടില്ല. ആ കളി കഴിഞ്ഞ് ക്ഷീണിച്ചിട്ട് വേറൊന്നുമില്ല കേട്ടോ. ഓക്കെ അടുത്ത് ഇപ്പൊ കഴിഞ്ഞ 5 മിനിറ്റ് പരിപാടി കഴിഞ്ഞു. ഓക്കെ അടുത്ത ഇസ്മായിലാണോ മത്സരിക്കണേ? അബ്ദുള്ള. ഓക്കെ ഓക്കെ അടുത്ത് ഓക്കെ വാ. മർസുക കൈ എപ്പോഴും വേണ്ട. ഓക്കെ അസ്ലം അടുത്ത ആരെ അടിക്കാൻ പോണേ? ഓക്കെ ഞാൻ പിടിച്ചോളൂ. പിടിച്ചണോ? കളിച്ച് ടയർഡായിട്ടോ വേറൊന്നുമല്ലോ. ഈ സൈഡിലേക്ക് ആ സൈഡിൽ ഓക്കെ ആ റെഡിയാ? ആ ഓക്കെ പാസ്സായി. ഇപ്പൊ ടോട്ടലി 85 കിലോനായിട്ടോ. 85 കിലോ ഞാനൊന്ന് ഉദ്ഘാടനം കഴിച്ചാൽ പോണേ. ഗ്യാസ് പൊക്കോളൂ കേട്ടോ. പൊങ്ങണില്ല ചേട്ടാ, പൊങ്ങണില്ല വിളിച്ചു പറയണ്ട. കേട്ടാ എന്താ വിചാരിക്കുക? ആ പിടിച്ചോ. അടച്ചോന അതാ പൊക്കാൻ പോണ ഇവിടെ മത്സരം. അടുത്ത 4 ആളുണ്ട് കേട്ടോ. ഇതിലെ വിജയികളാണ് തെരഞ്ഞെടുക്കാൻ പോണത്. ഓക്കെ ശരി. ഞാനതിൽ പിടിക്കണില്ല. ഓക്കെ 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 അടുത്ത ആള്. ആ ഓക്കെ ഓക്കെ അവിടെ ആ ആയിക്കോട്ടെ. ആ ഓട്ടോമാറ്റിക് നമുക്ക് മൈൻഡ് ഇങ്ങനെ തോന്നും. കൈ വെക്കരുത്. കുഴപ്പമില്ല പാസ്സായിട്ടുണ്ട്.
അടുത്താള് അടുത്താള്. ഈ സൈഡില് മർസൂഖ് മാത്രമാണ് 85 കിലോ കേട്ടോ, 85 കിലോ വെയിറ്റ്. ഓക്കെ, ഓക്കെ സ്റ്റാർട്ട്. കൈ അടിച്ചെടുക്കിട്ടോ. ആ ക്ലാപ്പ്. ഈസി. സാധിക്കും. ഇല്ല ഒന്നും ഇല്ല. ഇല്ലല്ലോ. അടുത്ത മർസൂഖ്. ഓക്കെ, മർസൂഖ് കൈ അടിച്ചെടുക്കിട്ടോ. ഓന് മറ്റൊരാൾ മാത്രം ഓക്കെ, വാ. ഈസി അപ്പ്. ആ ഗുഡ്. ഒന്ന് ക്ലാപ്പ് ചെയ്ത് കൊടുത്താണി. ഈസി അപ്പ് ടച്ച് ചെയ്യണം. ഈസി അപ്പ് 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 അപ്പ്. വാ. അടുത്ത അടുത്താള് ഇനി ഉണ്ടാവണ്ട. കയ്യില്ലേ. ഒരു അടി അല്ല, ഇഞ്ഞ് വെറുതെ ഇട്ടാ. ഓക്കെ, വെറുതെ ഒന്നല്ല കാര്യത്തിൽ തന്നെ. ഓക്കെ, നിങ്ങളെ പേരെന്തേനി? ആ ഷമീർ കേട്ടോ. ഓക്കെ, പൊന്തോന്ന് പൊന്താഞ്ഞ പറ്റുമോ? ഓക്കെ, ഓക്കെ. ഇതിൽ 3-ാം സ്ഥാനത്തുള്ള മത്സരാട്ടോ. ഇതിന് കുറച്ച് വെയിറ്റ് കുറക്കാണ്. വെയിറ്റ് കുറച്ചിട്ട് ഒരു മത്സരം കൊടുക്കാണ് 3-ാം സ്ഥാനത്തേക്കുള്ള. ഓക്കെ, 5 കുറച്ചിട്ട് 2.5 ആക്കിട്ടോ തൂക്കം. 3-ാം സ്ഥാനത്തേക്കുള്ള മത്സരം ഫസ്റ്റ്. ഒന്ന് ഇതാട്ടോ. പിന്നെ ഇനി ഒന്നുങ്ങളല്ലേ, നിങ്ങൾ അടുത്ത നിങ്ങൾ. ആ ഓക്കെ, ഷാദിലല്ലോ. ഓക്കെ, ശരി. കിട്ടും. ആ ഓക്കെ, അടുത്ത ആള്. അപ്പൊ നേരത്തെ എന്താ സംഭവിച്ചു? ആ ഓക്കെ, അതാ ചാൻസ്. ഓക്കെ ഓക്കെ, ശരി ശരി. 3-ാം സ്ഥാനത്തേക്കുള്ള മത്സരാട്ടോ. ആ ഓക്കെ, 3-ാം സ്ഥാനത്തേക്കുള്ള ആൾ തെരഞ്ഞെടുത്തിട്ടോ. വേണ്ട ഇനി ഫസ്റ്റും സെക്കൻഡും ഞാൻ ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് വേറെ എവിടെ പോയി സ്ഥാപനം? നിങ്ങൾക്ക് എവിടെയൊക്കെ സ്ഥാപനം ഉള്ളത് വേറെ? ഫസ്റ്റ് പാലത്തിങ്ങൽ, തലപ്പാറ, പിന്നെ പൂക്കിപ്പറമ്പ്, കൂട്ടുമുച്ചി, പറമ്പിൽ പീടിക, ആലഞ്ചോട്. 6 ബ്രാഞ്ച് ഉണ്ട്. ഒക്കെ ഇതേപോലെ സെറ്റപ്പ് തന്നെ. ഫുൾ അടിപൊളി. 2 ഫുൾ എസിയും കാര്യങ്ങളൊക്കെയാണ്. പാലത്തിങ്ങൽ ജിമ്മാണ് ഏറ്റവും ടോപ്പ്. നമുക്ക് അവിടെ കൊടുക്കാം ഒരു ദിവസം നല്ലൊരു പരിപാടി കൊടുക്കും. ഒരുപാട് നല്ല എന്താ പറയാ പാക്കും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളിയാണ്, വേറെ ലെവലാണ്. അപ്പോ ഇനി ഫൈനൽ മത്സരത്തേക്ക് മത്സരിക്കാനുള്ള 2 ആൾക്ക് റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. ഓലെന്താ പറയാ, ഞാൻ വന്ന സമയമാകുമ്പോൾ തന്നെ ഓലെന്നെ ഓല പരിപാടി കഴിഞ്ഞാണ്ട് ഓല് കുറെ ടയർഡായിരുന്നു. ഓൾക്ക് ചെറിയ റെസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കളി വൈൻഡപ്പ് ചെയ്യാം. ഞാൻ പൊക്കണില്ല കേട്ടോ, ഇനി കയ്യില. നമുക്ക് ഷിയാബ് ഇതിൽ കിട്ടിയില്ല, നമുക്ക് എന്താ നറുക്കിട്ടാ പറയാം. ഇതിൽ കിട്ടി നമ്മൾ നറുക്കിട്ടാ ചെയ്യാം. 35 അടിച്ച് 40 ഓക്കെ ഓക്കെ. 80 കിലോ വെയിറ്റ് കേട്ടോ. ആ 95 കിലോ. ആ 95 കിലോ. ആ പ്രൈസ് മൊബൈൽ കൊടുക്കാൻ 95 കിലോനോടെ പൊക്കിയേ. ഓക്കെ, ഷമീർ കടിക്കുന്നുണ്ട് അടുത്ത്. 95 കിലോ ഷമീർ കടിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഷാബ് തന്നെ. ഓക്കെ, ഫാദി തമ്മിലുള്ള മത്സരമാണ്. ഈ ഒരു മത്സരത്തിൽ ഇതിൽ 2 ആളും ജയിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ, ഒരു നറുക്കിട ചെയ്യാം. വരി. ഓക്കെ, അടുത്ത കൂടി അവസരം കൊടുക്കുക. ഓക്കെ, ഇനിയില്ലേട്ടോ, ഇത് പൊക്കിയില്ലേ നറുക്കാട്ടോ. 2 ആളെ പേര് ഇപ്പൊ തന്നെ എഴുതിക്കോളി. ഓക്കെ, ആവേശം കുടിക്കട്ടോ. ആവേശത്തിൽ ചിലപ്പോ കിട്ടാൻ സാധ്യതയുണ്ട്. ആ
ഇനി നറുക്കിടാ, ട്രോസ് ഇടാ. 2 പേരേജ് തന്നെയില് ലോകം കണ്ടോട്ടെ നമ്മളെ ഇത് വില സാധനം തന്നെ കേട്ടോ, ഷൈലോന്റെ ഇതില്ലേ ലോഗോ ഭയങ്കര സെറ്റപ്പാണ്. അപ്പൊ ഇതില് പിന്നെ മർസൂക്കിന് ഫഹദിന് ഇതിലിടാൻ പോവാട്ടോ, ഈ കുപ്പിയിലിടാൻ പോവാ. ഒറ്റ നിർത്താൻ ഇതില് കിട്ടുന്ന ആളാട്ടോ ഫസ്റ്റ്. ഓക്കെ ഓക്കെ. ഫഹദ് നോക്കി, ഇതില് ഭാഗ്യത്തിൽ പോയതാട്ടോ. ഇവര് 2 ആള് കടുത്ത മത്സരം ചെയ്തിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് ഓക്കെ ഭാഗ്യം കൊണ്ട് പോയതാ, വേറത്തുമല്ല. അപ്പൊ ഷർട്ട് ഒന്ന് വെച്ചു തരുമോ? ഒന്ന് കഴിച്ചാള് ഒന്ന് പേര്. ഓക്കെ 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 ഷർട്ട് അയക്കാൻ പോവാം. ജാബിറാണ് നമുക്ക് അവസരം തന്നത്. കണ്ടില്ലേ? ഓക്കെ ഓക്കെ ഇവലൊക്കെ ഫുള്ള് ഷർട്ട് വെച്ചാണ്ടല്ലോ, ദമ്മാണ്. ഓക്കെ ഞാൻ വെറുതെ പിടിച്ച് എന്റെ അടുത്ത് വാ. ഇതാണ് ഫസ്റ്റ് പ്രൈസ് കൊടുക്കാനുള്ളത്, ഇതാണ് സെക്കൻഡ് പ്രൈസ്. ഇത് തിന്നുകൾക്ക് ആരോണ്ട് എനിക്കിനെ കുറിച്ചൊന്നും അറിയാം, ഞാനത് നോക്കിയില്ല. ഇത് ബൽക്ക് ഇത് ആവശ്യമാണ്, അല്ല ഇത് കിട്ടണമെങ്കിൽ പവർ കിട്ടണമെങ്കിൽ. തേർഡ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, ഫസ്റ്റ് പ്രൈസ് ഫഹദ്, മർസൂഖ്, അഭിനവ്. ഈ 3 വ്യക്തികൾക്കുള്ള അഭിനവിടെ വാ. തേർഡ് പ്രൈസ് ആയിട്ട് അഭിനവിന് സമ്മാനം കൊടുക്കുക നമ്മളെ ഷമീർക്കാണ്. ഷമീർക്ക് കൊടുത്താൽ ഓക്കെ, ഒന്ന് ആവശ്യം കൊടുക്കിട്ടോ. ശരി, ഇനി സെക്കൻഡ് പ്രൈസ് മർസൂഖാണ് വരും. ഞാൻ അന്വേഷിച്ചു മൂപ്പരെ കുറിച്ചിട്ട് ഇവിടെ ഇരുന്നുണ്ട്, പ്രവാസിയാണെന്ന് പറഞ്ഞു. അപ്പം മസിൽ ഉണ്ടാക്കാൻ വേണ്ടി വന്നല്ല എന്നാ പറഞ്ഞത്, പക്ഷെ പേരും കട്ട മസിലുമാണ്. എന്നാലും കൊടുക്കല്ലേ, ഇതൊക്കെയാണ് തിന്നാണ്ടല്ലോ. ഷർട്ട് ഞാൻ കുറെ കഴിച്ചാൻ വേണ്ടി കുറെ നോക്കിയിട്ടുണ്ട്, ഒരു നിരക്കും കഴിച്ചിട്ടില്ല, നാണുണ്ടാവും. വാ കൊടുക്കാൻ വേണ്ടി നമ്മളെ നിസാർക്കാണ്, ട്രെയിനറാണ്. ഷിയാബുക്കാക്ക് ഫസ്റ്റ് പ്രൈസ്, ഷിയാബുക്ക വേറെ പറയാണ്ട്. ഓക്കെ ആവശ്യം കൊടുക്കട്ടോ. അപ്പൊ ഇനി പിന്നെ ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ പോണത് നമ്മളെ ഇതിലൊക്കെ മസിലായുണ്ടല്ലോ, എന്റെ അമ്മയെ അടുത്തൊന്നും നിൽക്കാൻ പറ്റില്ല. ആയിട്ട് തമ്മ് വരുമ്പോ ഓടി നിങ്ങള് ദമ്മാവുന്ന ഉറപ്പായിട്ട് ദമ്മാവും. അപ്പൊ ഇത് ഇതൂടി തിന്നാണ്ടല്ലോ ദമ്മം. നമ്മളെ പിന്നെ ജിമ്മിന്റെ ഓണർ ആയിട്ടുള്ള ഷിയാബ്ഖാൻ അത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഷിയാബ്ഖ് നമ്മളെ മർസൂഖിന് ഷിയാബ്ഖാണ് സമ്മാനം കൊടുക്കാൻ പോണേ. മർസൂഖിന് എന്ത് പറയാനുള്ള കൊറേ കാലം ഇതിനെത്ര വില ഉണ്ട് സാധനത്തിന്? 3 സ്ഥലത്ത് വില ഉണ്ട്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഈ സമ്മാനം നമ്മൾ ഷിയാബ്ഖാണ് കൊടുക്കുന്നത്. ഓക്കെ കൊടുത്താളി കൊടുത്താളി. ശരി ശരി ഓക്കെ ഓക്കെ. ഈ കളിയോടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്റെ ലൊക്കേഷൻ അല്ല. എന്റെ ലൊക്കേഷനിൽ 20 കിലോമീറ്റർ പോന്നിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ എത്തിച്ച് തരാൻ വേണ്ടിയിട്ട് ഒരാള് വേണ്ടിയിട്ട് ശ്രമിച്ച ഒരാളുണ്ട്. ആള് ഒരു മിലിറ്ററിക്കാരനാണ്. പേര് പറയണ്ടെന്നോട് പ്രത്യേകം പറയണ്ട, എന്ത് തന്നാലും പേര് പറയണ്ടെന്നറിയും. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. മൂപ്പരാണ് എന്നോട് എത്തിച്ചു തന്നത്. ഒരുപാട് സന്തോഷമായി. ഞാൻ രാവിലെ വന്ന സമയത്ത് തന്നെ ഇവര് നമ്മളൊരു വിരുന്നുകാരെ പോലെയാണ് ഇവരെ സ്വീകരിച്ചത്. അത്രക്കും സപ്പോർട്ടായിട്ട് ഞാൻ നമ്മളെ പിന്നെ സാറിനോട് പറഞ്ഞു ചെയ്ത് ഭയങ്കര സപ്പോർട്ടായിട്ട് ഇവരെ സ്വീകരിച്ചത്. അതേപോലെ അവിടെ കളിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ആളുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് നേരത്തെ പറഞ്ഞ സ്ഥാപനം എവിടേക്കുള്ളത് നേരത്തെ പറഞ്ഞല്ലോ. ഈ വീഡിയോ കണ്ടുകൊണ്ട് ഈ ഒരു ഏരിയയിൽ, ഈ ലൊക്കേഷനിൽ, അതായത് പാലത്തിങ്ങലാണെങ്കിലും തലപ്പാറാണെങ്കിലും കൂട്ടുമൂച്ചി, ആലിഞ്ചുവട്, അതേപോലെ തന്നെ പറമ്പിൽ പീടിക, പൂക്കിപ്പറമ്പ്, ഈ ലൊക്കേഷനിലുള്ള ആളുകൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നമ്മളെ ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മളെ ജിമ്മുകളുണ്ട്. നമ്മളെ ജിമ്മിലുള്ള എല്ലാ ട്രെയിനേഴ്സും സർട്ടിഫൈഡ് ട്രെയിനേഴ്സാണ്. അപ്പം അതിൻ്റെതായ നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ കുറവുകൾ, അതായത് ഈ പറഞ്ഞ പോലെ മെഡിക്കൽ കണ്ടീഷനോ
വെയിറ്റ് ലോസിങ്ങോ അതേപോലെ തന്നെ ലേഡീസിന് PCOD പോലത്തെ സംഭവങ്ങൾ ഇതിനൊക്കെ ഉള്ള പരിഹാരത്തിന് വേണ്ടിയിട്ട് നമുക്ക് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് തരുന്നതാണ്. അപ്പൊ എല്ലാവരും ഇതിലേക്ക് വരിക. യൂണിസെക്സ് ആണ്, അതായത് മിക്സ് ചെയ്താണ്ട് രാവിലെ 5:30 to 10:30 വരെ ഉണ്ടാവും. ഈവനിങ് ആണെന്നുണ്ടെങ്കിൽ 4:30 to 10:30 വരെ ഉണ്ടാവും. ലേഡീസ് ഓൺലി ടൈം ആണെന്നുണ്ടെങ്കിൽ 10 മണി to 4 മണി വരെ ഉണ്ടാവും. ഇതെല്ലാ ബ്രാഞ്ചിലും അവൈലബിൾ ആണ്. ലേഡി ട്രെയിനർ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത്രേ പറയാനുള്ളൂ. എന്തായാലും നമ്മളെ ഈ ഒരു ജിമ്മ് തെരഞ്ഞെടുത്തതിനും നമ്മളതിൽ വന്നതിനും സന്തോഷം, നന്ദി. ഓക്കെ, താങ്ക് യു. അതുപോലെ ഞാൻ 55ാമത്തെ വീഡിയോയിൽ ഫസ്റ്റ് ആയിട്ടാണ് പുറത്തു പോകുന്നത്. ഞാൻ ഫസ്റ്റ് പുറത്ത് പോയതിന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഒരുപാട് സന്തോഷം, ഭയങ്കര ഹാപ്പിയിലാണ് ഞാൻ പോകുന്നത്. ഈ വീഡിയോ കണ്ടാണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി നമ്മളെ. അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനിൽ കാണുന്നവരെല്ലാവരോടും ഓക്കെ ബൈ, ശരി.